മുല്ലപ്പെരിയാർ ഡാമിൽ ജലനിരപ്പ് ഉയരുന്നു. ജലനിരപ്പ് 140 അടിയിലെത്തിയതോടെ തമിഴ്നാട് സർക്കാർ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. വൃഷ്ടിപ്രദേശത്ത് മഴ ശക്തമായതോടെയാണ് ജലനിരപ്പ് ഉയർന്നത്. മുഹമ്മദ് ആഷിഖ് ചേരുന്നു. ആഷിഖ്, എന്താണ് അവസ്ഥ? തമിഴ്നാടിന്റെ നടപടികൾ എന്തൊക്കെ? കേരളത്തിന് മുന്നറിയിപ്പുണ്ടോ? ഇതിനെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി മുല്ലപ്പെരിയാറിന്റെ വൃഷ്ടിപ്രദേശങ്ങളായ കുമളിയിലും സമീപ പ്രദേശങ്ങളിൽ ലഭിച്ച അതിശക്തമായ മഴയെ തുടർന്നാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ജലനിരപ്പ് ഉയർന്നിട്ടുള്ളത്. നിലവിൽ ഈ മാസത്തെ റൂൾ കർവ് പ്രകാരം 142 അടിയാണ് അണക്കെട്ടിലെ പരമാവധി ജല സംഭരണ ശേഷി. അതേസമയം ഇന്ന് 6 മണിയോടുകൂടി 140 അടിയിലേക്ക് ജലനിരപ്പ് ഉയർന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 140 അടി ആയതോടുകൂടിയാണ് പ്രളയ മുന്നറിയിപ്പ് തമിഴ്നാട് ജലവിഭവ വകുപ്പ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. നിലവിൽ താൽക്കാലികമായി നിർത്തിവെച്ചിരുന്ന തമിഴ്നാട്ടിലേക്കുള്ള ജലം കൊണ്ടുപോകുന്നത് വീണ്ടും പുനരാരംഭിച്ചിട്ടുണ്ട്. അതുവഴി ജലനിരപ്പ് നിയന്ത്രിക്കാനാകും എന്ന പ്രതീക്ഷയാണ് തമിഴ്നാട് പങ്കുവയ്ക്കുന്നത്. നമുക്കറിയാം, തമിഴ്നാട് സർക്കാരാണ് ഇതിന്റെ പൂർണ്ണമായ നിയന്ത്രണങ്ങൾ കൈക്കൊള്ളുന്നത്. അതേസമയം അണക്കെട്ട് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതേവരെ പരിഗണനയില്ല. 142 അടിയാൽ മാത്രമേ ഈ മാസം ഡാം തുറക്കാൻ കഴിയുകയുള്ളൂ. ഈ വർഷം ഇത് നിലവിൽ 2 തവണ അണക്കെട്ട് തുറന്നിട്ടുണ്ട്. ജലനിരപ്പ് റൂൾ കർവിൽ എത്തിയതിനെ തുടർന്ന് 2 തവണ ജലനിരപ്പ് തുറക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഒന്നുമില്ല എന്നുള്ളതാണ് ഇടുക്കി ജില്ലാ ഭരണകൂടം ഇതുമായി ബന്ധപ്പെട്ട് അറിയിക്കുന്നത്. ഏതായാലും നിലവിൽ വൃഷ്ടിപ്രദേശത്ത് മഴ മാറി നിൽക്കുന്നുണ്ട്. തമിഴ്നാട് ജലം കൊണ്ടുപോകുന്നത് പുനരാരംഭിച്ചിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ ജലനിരപ്പ് താഴാനാണ് സാധ്യത. പക്ഷേ ഇന്ന് 6 മണിയോട് കൂടിയാണ് 140 അടിയിലേക്ക് ജലനിരപ്പ് എത്തിയത്. ഈ പശ്ചാത്തലത്തിലാണ് ജാഗ്രതാ നിർദ്ദേശം തമിഴ്നാട് ജലവിഭവ വകുപ്പ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. ധന്യ.